വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും കോഴിക്കോട് വന്ന് ചിലങ്കയണിഞ്ഞ് കോഴിക്കോട്ടെ നല്ലവരായ സ്നേഹനിധികളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ നൃത്തം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ടി സാറിൻ്റെ നാടാണ്. അദ്ദേഹത്തിനെ ഓർക്കാതെ, അദ്ദേഹത്തിൻ്റെ മഹത്തരമായ സംഭാവനകൾ ഓർക്കാതെ ഒരു കലാകാരിക്കും ഒരു കലാകാരനും കോഴിക്കോട് വിട്ടു പോകാൻ കഴിയില്ല. ടി സാറിന് സമർപ്പണമായി അദ്ദേഹത്തിൻ്റെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കുറച്ച് ചിത്രങ്ങളെ നല്ല ഗാനങ്ങൾ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഇന്ന് നിങ്ങൾ ഓരോരുത്തരോടുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശാസ്ത്രീയ നൃത്തങ്ങൾ, സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ, അതുകൂടാതെ മകളെ എന്നൊരു ഡാൻസ് പ്രൊഡക്ഷൻ കൂടി ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഉത്സവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ആണോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. തീർച്ചയായിട്ടും ഇവിടെയാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളെല്ലാം വേദനിപ്പിച്ച, നമ്മളെല്ലാം ഹോണ്ട് ചെയ്യുന്ന കൽക്കട്ട ഡോക്ടറിന് സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഭയ, നിർഭയ, എന്തൊക്കെ പേരാണ് നമ്മൾ ഇവരെയൊക്കെ വിളിക്കുന്നത്. അത് അനുഭവിച്ചിട്ടുള്ള എത്രയോ പെൺകുട്ടികൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയുടെ അമ്മയായി മകളെ എന്നൊരു പ്രൊഡക്ഷനായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ട്. സ്വീകരിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹം യാചിച്ചുകൊണ്ട് നൃത്തസന്ധ്യ ആരംഭിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇന്ന് എനിക്കിവിടെ ലഭിച്ച ഈ പുരസ്കാരം ഇരട്ടി മധുരമായി, ഒരു വലിയ അംഗീകാരമായി ഞാൻ സ്വീകരിക്കുന്നു. 100 വർഷം പഴക്കമുള്ള അമ്പലമാണ്. ഈ ഒരു സന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ ചെയ്ത പുണ്യം. എൻ്റെ ഗുരു, എൻ്റെ അമ്മ ശ്രീമതി കലാമണ്ഡലം സുമതി എന്നെ അനുഗ്രഹിച്ചു തന്ന കല ചെയ്ത പുണ്യം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ നൃത്ത പരിപാടി കാണുക, അനുഗ്രഹിക്കുക. നന്ദി, നമസ്കാരം. എല്ലാവരും എന്നറിയാം, ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഒരുമിപ്പിച്ചിട്ടാണ്. ഉത്സവമാവുമ്പോൾ ശാസ്ത്രീയ നൃത്തം ഇഷ്ടമുള്ളവർ മാത്രമായിരിക്കില്ല, ലളിതമായ നൃത്തം കൂടി ആസ്വദിക്കുന്നവരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.